ജോസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 5 തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. 2018 തൊട്ട് കിരീടം അവർ ആർക്കും തന്നെ നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത്തവണയും ജയിക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഹാട്രിക് എന്നുള്ളൊരു നേട്ടം കൂടി അവർ സ്വന്തമാക്കും. കഴിഞ്ഞ തവണ നമുക്കറിയാം കാരിച്ചാൽ ചുണ്ടന് വേണ്ടിയായിരുന്നു അവർ തുഴയെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആർക്ക് വേണ്ടിയായിരിക്കും ഇറങ്ങുക? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് മേൽപ്പാടം ചുണ്ടലിലാണ്. ഇത്തവണ അവർ മത്സരത്തിന് ഇറങ്ങുന്ന ഇങ്ങനെയാണ് ഈ ഹീറ്റ്സ് മത്സരങ്ങളുടെ ഒരു ക്രമീകരണം. ആനാരി, അതോടൊപ്പം തന്നെ വെള്ളംകുളങ്ങര, ശ്രീവിനായകൻ, കാരിച്ചാൽ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഒന്നാം ഹീറ്റ്സിൽ മത്സരിക്കുക. ആനാരി വള്ളം തുഴയുന്നത് കൈനഗരി ടൗൺ ബോട്ട് ക്ലബ്ബാണ്. വെള്ളംകുളങ്ങര വള്ളം തുഴയുന്നത് സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബാണ്. ശ്രീവിനായകൻ മങ്ങമ്പ് ബോട്ട് ക്ലബ്ബും കാരിച്ചാൽ KBC കാരിച്ചാൽ ആണ് തുഴയുന്നത്. രണ്ടാമത്തെ ഹീറ്റ്സിൽ കരുവാറ്റയാണ് BBM ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ചെറുതനെയാണ് മറ്റൊരു വള്ളം. തെക്കേക്കര ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. നടുവിലേപ്പറമ്പൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. പായിപ്പാടൻ ചുണ്ടൻ പായിപ്പാട് ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഈ ടൂർണമെന്റിലെ പന്തയ കുതിരകൾ അല്ലെങ്കിൽ കറുത്ത കുതിരകളെ നിശ്ചയിക്കുന്നത്. ചെമ്പക്കുളം ചുണ്ടനുണ്ട്. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. തലവടി ചുണ്ടൻ UBC കനേരി തുഴയുന്നു. അതോടൊപ്പം 6ാം കിരീടം ലക്ഷ്യമിട്ട് മേൽപ്പാടം ചുണ്ടനും മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കാൻ ഇറങ്ങും. നാലാമത്തെ ഹീറ്റ്സിൽ നാലാമത്തെ വള്ളമായി ആലപ്പാടൻ ചുണ്ടൻ, വെള്ളൂർ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടനും വരും. അതോടൊപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം. എന്തായാലും ഈ മൂന്നാമത്തെ ഹീറ്റ്സ് ഒക്കെയാണ് ഏറ്റവും ആവേശകരമായി മാറുക എന്നതാണ് എല്ലാവരും മുറ്റും നിൽക്കുന്നത്. വലിയ വേലിനെയും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ വലിയ ഒഴുക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെഹ്റു ട്രോഫിയുടെ മുഴുവൻ ആവേശവും പുന്നമട ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജലപ്പരപ്പുകളെ തീപിടിപ്പിക്കുന്ന മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. അമൃത, ഈ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് 11 മണിയോടുകൂടി തന്നെ അത് ആരംഭിക്കുമെന്നാണ്. അപ്പോൾ ഇനിയും നമ്മൾ കുറെ നേരം കാത്തിരിക്കേണ്ടി വരുമോ ജോസി? അമൃത, സ്റ്റാർട്ടിംഗ് സംബന്ധമായ ചില ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനകം ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. വെപ്പ്, തെക്കനോടി, A-B ഗ്രേഡ് വള്ളങ്ങൾ, ചുരുളൻ, അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള വള്ളങ്ങളുണ്ട്. കൂടാതെ വനിതകളുടെ മത്സരമുണ്ട്. കൂടാതെ മറ്റ് പ്രദർശന മത്സരങ്ങളുമൊക്കെയും നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ടൂർണമെന്റിലെ ഏറ്റവും മുഖ്യ ആകർഷണമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുക. 2:30 ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. എന്തായാലും അത്തരത്തിലുള്ളൊരു ആവേശത്തിലാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വീണ്ടും ഡബിൾ ഹാട്രിക്ക് തികയ്ക്കുമോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആവേശങ്ങളാണ്. വലിയ പന്തയവും വലിയ ആവേശവും പരസ്പരം വെച്ചുകൊണ്ടാണ് ഓരോ കുട്ടനാട്ടുകാരും അല്ലെങ്കിൽ ഓരോ വള്ളംകളി പ്രേമികളും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന പവലിയനൊക്കെയും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അമൃത, ജോസി, അതുപോലെ തന്നെ ഇത്തവണ നോക്കുകയാണെങ്കിൽ അവധിക്കാലമാണ്. ഓണം അവധി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാളും തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആളുകളെയൊക്കെ നിയന്ത്രിക്കാനും മറ്റും അവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അമൃത, കൂടുതൽ പോലീസിന്റെ സേവനം, അതോടൊപ്പം ട്രാഫിക് നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മാമാങ്കം എന്ന നിലയിൽ ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തുന്ന സംഘാടന പരിപാടി എന്ന നിലയിൽ ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ VIP പവലിയനുണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ എതിർവശത്താണ് നെഹ്റു പവലിയൻ. അവിടെയാണ് ഔദ്യോഗിക പരിപാടികൾ നടക്കുക. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാസ് മൂലം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാസ് മൂലം മാത്രമായിരിക്കും ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുക. എന്തായാലും ഇപ്പോൾ ഓരോ വള്ളങ്ങളും ഇതിൻ്റെ ഈ പുന്നമടക്കാലിൻ്റെ ഒരു ഭാഗത്തേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിലേക്ക് ഉള്ള വള്ളങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഓരോ വള്ളങ്ങളും കടന്നു പോകുമ്പോൾ ഈ ആരാധകർ കൈകൊട്ടിയും ആർപ്പ് വിളിച്ചും അതിൻ്റെ ആവേശം പങ്കിടുന്നത് കാണാൻ വലിയ നമ്മൾ പോലും അതിൻ്റെ ഒരു ആവേശത്തിൽ അലിഞ്ഞു ചേരും. അത്രയും വാദ്യമേളങ്ങളും അതോടൊപ്പം മഞ്ചിപ്പാട്ടും കൈകൊട്ടും ഒക്കെയായി അവർ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഓണത്തിൻ്റെ വരവറിയിച്ച് കേരളത്തിൽ ഈ അത്തം മുതൽ ഇങ്ങോട്ടുള്ള ഓണാഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വള്ളംകളി എല്ലാ കുറിയും മാറാറുണ്ട്. ഇടയ്ക്ക് കോവിഡ് കാലത്ത് വയനാട് ദുരന്തമുണ്ടായപ്പോഴുമൊക്കെയും വള്ളംകളി നടക്കാതിരുന്നത് ആരാധകർക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്നത്. അങ്ങനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വർഷങ്ങളും അങ്ങനെ ഒരു വള്ളംകളി നടക്കിയതിൻ്റെ ഒരു ആവേശമുണ്ടപ്പോൾ കാരിച്ചാൽ ചുണ്ടനാണ് വള്ളംകളിയിൽ തന്നെ ഈ ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും കരുത്തരായ ടീമായി പറയപ്പെടുന്നത്. 16 തവണയാണ് അവർ
കിരീടം നേടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ വള്ളങ്ങൾക്കും ഓരോ ആരാധകരുണ്ട്. ഒരു നാടിൻ്റെ ആകെ ഉത്സവമായി മാറുകയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ പോലെ ഒരു വിഭാഗം പൂരപ്രേമികൾക്ക് അത് എത്രത്തോളം ആവേശമാണ് തൃശ്ശൂർ പൂരം സമ്മാനിക്കുന്നത്, അതുപോലെയാണ് വള്ളംകളി പ്രേമികൾക്ക് നെഹ്റു ട്രോഫി സമ്മാനിക്കുന്നത്. നെഹ്റു ട്രോഫിയുടെ അതോടനുബന്ധിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗും സംഘടിപ്പിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇന്നുണ്ടാകും. അത്തരം മറ്റ് ടൂർണമെൻറ്റുകളിൽ കൂടി വിജയിക്കുന്ന വള്ളത്തിന് ചാമ്പ്യൻസ് ട്രോഫി കിരീടവും സമ്മാനിക്കും. എന്തായാലും ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. ഓരോ മണിക്കൂറുകളിലും ആളുകൾ ഒഴുകി ഇവിടേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുമ്പോൾ വലിയ ആവേശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പരിശീലന തൊഴുത്തിലെന്ന നിലയിൽ ഒരു വള്ളങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മത്സരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.